കാലചക്രത്തിൻ്റെ കാലുഷ്യപൂർണമായ ചരിത്രകാണ്ഡങ്ങളിൽ കണ്ണീരിൻ്റെ കയ്പുനീർ കുടിച്ച് അജ്ഞതയുടെ ഘനാന്ധകാരത്തിൽ കഴുത്തറ്റം മൂടിപ്പോയ മലബാറിലെ മുസ്ലിം സമൂഹം. ആ സമൂഹഗാത്രത്തിൻ്റെ കരളലിയിക്കുന്ന ഹൃദയനോവുകളിൽ വിജ്ഞതയുടെ വെളിപാടായി പിറവികൊണ്ട ഒരു മഹാപ്രസ്ഥാനമാണ് പുളിക്കൽ മദീനത്തുൽ ഉലൂം അറബിക് കോളേജ്. കേരളത്തിലെ നവോത്ഥാന രംഗത്ത് ഏറ്റവും അറിയപ്പെടുന്നതും വളരെ ബൃഹത്തായ തെളിമയാർന്ന ചരിത്രവുമുള്ള ഒരു മഹൽ സ്ഥാപനമാണ് മദീനത്തുൽ ഉലൂം. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നവോത്ഥാന രംഗത്ത് ഏറ്റവും ശക്തമായ അടിവേരുള്ള ഒരു സ്ഥാപനമാണത്. കേരളത്തിലെ മറ്റ് മുസ്ലിം നവോത്ഥാന രംഗത്തുണ്ടായ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് നേതൃത്വം വഹിച്ച മഹാരഥന്മാരായ പണ്ഡിതന്മാരും അവരുടെ കൂട്ടായ പ്രവർത്തനങ്ങളുമെല്ലാം ആരംഭിച്ചത് മദീനത്തുൽ ഉലൂം കേന്ദ്രമാക്കിക്കൊണ്ടാണ്. വിധിയുടെ വിനകൾ വിതച്ച വഴിത്താരയിൽ വിലപിച്ചു നിന്ന ഒരു സമുദായത്തിൻ്റെ നൊമ്പര കഥയാണ് 20-ാം നൂറ്റാണ്ടിൻ്റെ ഉദയവേളയിൽ മലയാള മണ്ണ് വിധേയപ്പെട്ടത്. വിശിഷ്യ ആ കാലദൈർഘ്യത്തിലെ മുസ്ലിം ജനതതി അനുഭവിച്ച സാമൂഹിക, സാംസ്കാരിക, ധാർമ്മിക ച്യുതികളുടെ വ്യാപ്തി അക്ഷരങ്ങൾക്കതീതമായിരുന്നു. എഴുത്തും വായനയും പോലും നിഷേധിക്കപ്പെട്ട ഒരു സമൂഹം, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാലഘട്ടം, പൗരോഹിത്യത്തിൻ്റെ കടുത്ത ഒരു നീരാളിപ്പിടുത്തത്തിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊടികുത്തി വാഴുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ നവോത്ഥാന രംഗത്ത് അതിശക്തമായ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ കടന്നുവരവ്. ഒപ്പം സാമ്രാജ്യത്വമെന്ന അഗ്നിപർവ്വതത്തിൻ്റെ ലാവയിലകപ്പെട്ട് ആർത്തലച്ച മലബാർ മുസ്ലിങ്ങൾ, വിധിയുടെ കരാളഹസ്തങ്ങൾ വരച്ച വിപത്തുകൾ ഒരു വശത്ത്, സ്വാതന്ത്ര്യസമരത്തിൻ്റെ സിംഹഗർജനത്തിൽ പൊലിഞ്ഞ പ്രാണനുകൾ മറുവശത്ത്, അന്ധകാരത്തിൻ്റെ അഗാധതയിൽ ആശയുടെ ആൽത്തറ പണിയേണ്ടവർ നിരാശയുടെ നീർക്കയത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു. പുരോഗമനത്തിൻ്റെ സുവർണ ചത്തുരങ്ങളായ ആധുനിക വിദ്യാഭ്യാസത്തെയും അറബി, മലയാള, ആംഗലേയ ഭാഷകളുടെ പ്രാധാന്യത്തെയും അവഗണിച്ച സമൂഹം അജ്ഞതയുടെ അഗാധഗർത്തത്തിൽ അലയടിച്ചുകൊണ്ടിരുന്നു. ഈ ഘനാന്ധകാരത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് സമുദായത്തെ വിമോചിപ്പിക്കുവാൻ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദത്തിൽ ദീർഘവീക്ഷണം കൈമുതലാക്കിയ വിദ്വൽ സമൂഹവും പ്രബുദ്ധ നേതൃനിരയും കരങ്ങൾ കോർത്തുപിടിച്ചു. 1920-കളിൽ കേരള മുസ്ലിം ഐക്യസംഘമെന്ന മഹത്തായ സ്വപ്നസാക്ഷാത്കാരത്തിന് അവർ അടിത്തറ പാകി. കാലചക്രത്തിൻ്റെ കറക്കത്തിൽ ആ സംഘടന മങ്ങിമറഞ്ഞുപോയെങ്കിലും കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന ഉദയസൂര്യൻ പ്രഭാപൂരിതമായി ഉയർന്നുവന്നു. ആ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ നവോത്ഥാനത്തിന് അനിവാര്യമായ വിദ്യാഭ്യാസ പുരോഗതി അത് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് യഥാർത്ഥം നമ്മുടെ പ്രിയപ്പെട്ട മദീനത്തുൽ ഉലൂമിൻ്റെ ജനനം. മദീനത്തുൽ ഉലൂം അറബിക് കോളേജ് എന്ന ആശയം മഹാനായ MCC അബ്ദുറഹിമാൻ മൗലവിയുടെ ശ്രമഫലമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ മരണം വരെയുള്ള അദ്ദേഹത്തിൻ്റെ അന്ത്യനിമിഷങ്ങളടക്കം ആ സ്ഥാപനത്തിലാണ് നടന്നത്. കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ ആകാശത്ത് അക്ഷയജ്യോതിസായി തിളങ്ങി നിന്ന MCC അബ്ദുറഹ്മാൻ മൗലവി മലയാളത്തിൻ്റെ വിദ്യാഭ്യാസ സാംസ്കാരിക ജീവിതത്തിൽ മായാത്ത മുദ്ര പതിപ്പിച്ച വ്യക്തിത്വമായിരുന്നു. മദ്രസാ പ്രസ്ഥാനത്തിൻ്റെ ശില്പിയായ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെയും ഉമ്മു റാബിയയുടെയും പുത്രനായി 1906-ൽ പിറന്ന അദ്ദേഹം പിതാവിൻ്റെ പാത പിന്തുടർന്ന് കേരളത്തിൻ്റെ മത സാമൂഹിക നവോത്ഥാനത്തിന് വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകി. വാഴക്കാട് ദാറുൽ ഉലൂം മുതൽ വെല്ലൂർ ബാക്കിയാത്തു സ്വാലിഹാത്തു വരെയുള്ള അക്കാലത്തെ പ്രശസ്തമായ സ്ഥാപനങ്ങളിൽ നിന്ന് വിദ്യ ആർജിച്ച അദ്ദേഹം പിതാവിൻ്റെ പാരമ്പര്യം ഏറ്റെടുത്ത് മലബാറിലെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി നിർണായകമായ കാൽവെപ്പുകൾ നടത്തി. പുളിക്കൽ മദീനത്തുൽ ഉലൂം അറബിക് കോളേജിൻ്റെ പ്രഥമ പ്രിൻസിപ്പലായി നിയമിതനായ മൗലവി സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകി.
അറബിക് കോളേജിൽ പെൺകുട്ടികൾക്ക് പ്രവേശനം അനുവദിച്ച വിപ്ലവകരമായ തീരുമാനം അദ്ദേഹത്തിൻ്റെതായിരുന്നു. അനാഥാലയവും ലൈബ്രറിയും സ്ഥാപിച്ച് സ്ഥാപനത്തെ സമഗ്ര വിജ്ഞാന കേന്ദ്രമാക്കി അദ്ദേഹം മാറ്റി. കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പുത്രനായ MCC അബ്ദുറഹ്മാൻ മൗലവി പുളിക്കലെ വിജനമായ മംഗളാരിക്കുന്നിൽ മദീനത്തുൽ ഉലൂം അറബിക് കോളേജ് എന്ന ഒരു സ്ഥാപനം ആരംഭിക്കുമ്പോൾ കേരളത്തിലെ മുസ്ലിം വിദ്യാഭ്യാസ രംഗം അതിശോചനീയമായ അവസ്ഥയിലായിരുന്നു. അറബി ഭാഷാ പഠനത്തിനും മതവിദ്യാഭ്യാസത്തിനും കേവലം പള്ളി ദർസുകൾ മാത്രമുണ്ടായിരുന്ന ഒരു കാലത്താണ് കൃത്യമായ ഒരു പാഠ്യപദ്ധതിയും സിലബസും രൂപീകരിച്ച് മദീനത്തുൽ ഉലൂം അറബിക് കോളേജ് എന്ന ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കുകയും ആ സ്ഥാപനത്തെ 1947 കാലഘട്ടത്തിൽ മദ്രാസ് സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്യുകയും ചെയ്തത് തികച്ചും വിപ്ലവാത്മകമായിട്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു. പുരോഗമനത്തിൻ്റെ പുത്തൻ വെളിച്ചം പരത്തിക്കൊണ്ട് സമുദായത്തിൻ്റെ നവോത്ഥാനത്തിന് അത് നന്ദി കുറിച്ചു. കേരളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത മദ്രസയായി വിലസിയിരുന്ന വാഴക്കാട് ദാറുൽ ഉലൂമിൻ്റെ പരിണത രൂപമാണ് മദീനത്തുൽ ഉലൂം അറബിക് കോളേജിൻ്റെ ഉദയം. ദാറുൽ ഉലൂമിൻ്റെ പ്രിൻസിപ്പലായി സേവനമനുഷ്ഠിച്ചിരുന്ന MCC അബ്ദുറഹ്മാൻ മൗലവി തന്നെയായിരുന്നു മദീനത്തുൽ ഉലൂമിൻ്റെയും സ്ഥാപകൻ. വാഴക്കാട് ദാറുൽ ഉലൂമിൽ നടന്നു വന്നിരുന്ന ദർസും അറബിക് കോളേജും ചില സാങ്കേതിക കാരണങ്ങളാൽ 1946 സെപ്റ്റംബർ 3 അടച്ചുപൂട്ടേണ്ടി വന്നു. MCC അബ്ദുറഹ്മാൻ മൗലവി ദാറുൽ ഉലൂമിലെ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും തൻ്റെ പിതാവായ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി തിരൂരങ്ങാടിയിൽ നടത്തിവന്നിരുന്ന ദർസിലേക്ക് മാറ്റി. അങ്ങനെ 10 മാസക്കാലം അവർ തിരൂരങ്ങാടിയിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ തുടർന്നു. ഈ കാലഘട്ടത്തിലാണ് പുളിക്കരിലെ കവാക്കിബുൻ നയ്യിറ സംഘം ഒരു ഉന്നത ദീനീ വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥാപിക്കുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ MCC അബ്ദുറഹ്മാൻ മൗലവിക്ക് വാഗ്ദാനം ചെയ്യുന്നത്. ഈ വാഗ്ദാനം സ്വീകരിച്ച അദ്ദേഹം 1947 ജൂലൈ 1 മദീനത്തുൽ ഉലൂമിൻ്റെ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു. അക്കാലത്തെ കണക്കനുസരിച്ച് 30,000 രൂപയോളം വിലമതിക്കുന്ന ഭൂസ്വത്തുക്കളും കെട്ടിടവും കവാക്കിബുൻ നയ്യിറ സംഘം കോളേജിന് കൈമാറി. 1949 മദ്രാസ് സർവകലാശാലയുടെ അംഗീകാരവും സ്ഥാപനത്തിന് ലഭിച്ചു. വിദ്യാർത്ഥികളുടെ എണ്ണത്തിലുണ്ടായ വർധന മൂലം കവാക്കിബുൻ നയ്യിറ നൽകിയ സ്ഥലം പോരാതെ വന്നു. അതിനാൽ പാലക്കൽ മൂസ ഹാജി ദാനമായി നൽകിയ മംഗളാരിക്കുന്നിലേക്ക് ഘട്ടം ഘട്ടമായി ക്യാമ്പസ് മാറ്റുവാൻ തീരുമാനമെടുത്തു. മദീനത്തുൽ ഉലൂമിലേക്ക് വിജ്ഞതയുടെ തീർത്ഥാടകരായി എത്തിയ വിദ്യാർത്ഥികളുടെ വർദ്ധിച്ച സാന്നിധ്യം മൂലം സ്ഥാപനത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ അനുദിനം അപര്യാപ്തമായി തീർന്നിരുന്നു. കോളേജിൻ്റെ ഉദയ കാലഘട്ടത്തിൽ ഒരു കെട്ടിടം മാത്രമാണ് വിദ്യാർത്ഥികളുടെ പഠനത്തിനും താമസത്തിനും അഭയമായിരുന്നത്. എന്നാൽ വിശാലമനസ്കരും ഉന്നത ചിന്താഗതിക്കാരുമായ ദാതാക്കളുടെ നിസ്സീമമായ സഹായത്തോടെ 1966 ഇന്ന് സാംസ്കാരിക പൈതൃകമായി കാണപ്പെടുന്ന ഹെറിറ്റേജ് ബിൽഡിങ്ങിൻ്റെ നിർമ്മാണം പരിപൂർണതയിലെത്തിച്ചു. ഓഫീസ് കെട്ടിടവും വിദ്യാർത്ഥികൾക്കായുള്ള ഹോസ്റ്റലും ക്യാമ്പസ് മസ്ജിദും യാഥാർത്ഥ്യമായതോടെ മദീനത്തുൽ ഉലൂമിന് പ്രാഥമിക സൗകര്യങ്ങൾ കരഗതമായി. കോളേജ് പ്രിൻസിപ്പലും കേരള ജംഇയ്യത്തുൽ ഉലമ സെക്രട്ടറിയുമായിരുന്ന KN ഇബ്രാഹിം മൗലവിയുടെ ദീർഘദൃഷ്ടിയോടെയുള്ള നേതൃപാടവത്തിലാണ് ഈ വികസന പ്രക്രിയകൾ സാക്ഷാത്കരിക്കപ്പെട്ടത്. പിന്നീടുള്ള മദീനത്തുൽ ഉലൂമിൻ്റെ ചരിത്രത്തിൽ KN ഇബ്രാഹിം മൗലവി ഇതിൻ്റെ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഇവരുടെ MCCമാരുടെ കീഴിൽ പഠിച്ച വളരെ പണ്ഡിതനായ ഉജ്ജ്വല വ്യക്തിത്വമുള്ള KN ഇബ്രാഹിം മൗലവിയെ തലശ്ശേരി മുബറക്ക ഹൈസ്കൂളിൽ അധ്യാപകനായിരിക്കുമ്പോൾ അദ്ദേഹത്തെയാണ് MCCയുടെ മരണശേഷം മദീനത്തുൽ ഉലൂം അറബിക് കോളേജിൻ്റെ കറസ്പോണ്ടൻറ്റും പ്രിൻസിപ്പളും എല്ലാം ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറിയും എല്ലാം ഒന്നിച്ച് ഏറ്റെടുത്തുകൊണ്ട് വളരെ വെളിച്ചമുള്ള ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായി KNEയുടെ കാലഘട്ടം കാണാം. മംഗളാരിക്കുന്നിലേക്കുള്ള ആദ്യ കെട്ടിടം ഒരു NES ബ്ലോക്കിൻ്റെ സഹായത്തോടു കൂടെ PP അബ്ദുൽ ഗഫൂർ മൗലവിയുടെ ശ്രമത്തിൻ്റെ ഫലമായി MCCയെ ആദരിച്ചുകൊണ്ട് ആ ബ്ലോക്ക് അന്ന് നൽകിയ കെട്ടിടമാണ് അതിൻ്റെ ആദ്യത്തെ മംഗളാരിക്കുന്നിലെ ആദ്യത്തെ ക്ലാസ് റൂമുകൾ ഉൾക്കൊള്ളുന്ന കെട്ടിടം.
അനന്തരമുള്ള വികസനത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച KN ഇബ്രാഹിം മൗലവിയുടെ കാലത്താണ് അതിൻ്റെ പ്രധാന കെട്ടിടം ഇന്നും അവിടെ നിലനിൽക്കുന്ന പ്രവേശന കവാടത്തിനോട് ചേർന്ന് നിൽക്കുന്ന പഴയ ആ വലിയ കെട്ടിടം, അന്ന് പ്രൗഢമായ കെട്ടിടമാണ് അത് നിർമ്മിച്ചതും. അതുപോലെ ഓഫീസ് കെട്ടിടവും ലൈബ്രറി കെട്ടിടവും KN ഇബ്രാഹിം മൗലവിയുടെ കാലഘട്ടത്തിലാണ്. ആദ്യകാലങ്ങളിൽ സാമ്പത്തിക പ്രതിസന്ധികളുടെ പിടിയിലമർന്ന മദീനത്തുൽ ഉലൂമിന് 1990കളിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ സമുന്നത നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിച്ചു. നൂതന അക്കാദമിക് സമുച്ചയം, 3 നിലകളിൽ വിജ്ഞാനത്തിൻ്റെ ഭണ്ഡാകാരമായ ഷെയ്ഖ് സായിദ് ലൈബ്രറി, നവീകരിച്ച ക്യാമ്പസ് മസ്ജിദ് എന്നിവ യാഥാർത്ഥ്യമായി. മംഗ്ലാരിക്കുന്നിലെ ജലദൗർലഭ്യം പരിഹരിക്കുവാൻ പെരിയമ്പലം പറവൂർ റോഡിൽ സ്വന്തം ഭൂമി സ്വായത്തമാക്കി കിണറുകൾ നിർമ്മിച്ച് പൈപ്പ് ലൈനുകളിലൂടെ ക്യാമ്പസിലേക്ക് ജലമെത്തിച്ചു. അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സ്കൂൾ, UAE ഷെയ്ഖ് സായിദ് ഫൗണ്ടേഷൻ എന്നീ സ്ഥാപനങ്ങളുടെ ഉദാരമായ സാമ്പത്തിക സഹായം സമാഹരിച്ച് വികസനത്തിന്റെ രൂപരേഖ സൃഷ്ടിച്ചത് കോളേജ് മാനേജർ TP അബ്ദുള്ളക്കോയ മദനിയും പ്രിൻസിപ്പൽ M മുഹമ്മദ് മദനിയുമായിരുന്നു. മദനി അബുദാബിയിൽ അധ്യാപകനായിരിക്കെ ഞാൻ അവിടെ നമ്മുടെ സംഘടനാ കാര്യങ്ങൾക്ക് വേണ്ടി ISMൻ്റെ പ്രതിനിധിയായി അവിടെ ഒരു യാത്രയുണ്ടായിരുന്നു. ഒരു വളരെ ഗുണപ്രദമായ ഫലപ്രദമായ നേട്ടങ്ങളുണ്ടായ ഒരു യാത്രയാണത് എന്ന് ഞാൻ ഓർക്കുന്നു. അതിൽ ഞങ്ങൾ രണ്ടുപേരും ചേർന്നുകൊണ്ട് ഉദാര മനസ്കരായിട്ടുള്ള നേതാക്കന്മാരെയും ഗവൺമെൻറ് പ്രതിനിധികളെയും എല്ലാവരെയും ഞങ്ങൾ സന്ദർശിക്കുകയുണ്ടായി. ആ കാലഘട്ടത്തിൽ ഇന്ത്യൻ ഇസ്ലാമിക് സ്കൂളിൻ്റെ നേരിട്ടുള്ള അവരുടെ സംഭാവനയും അവരുടെ പ്രവർത്തനവുമാണ് അവിടെ വന്ന ആ വലിയ കെട്ടിടം അന്ന് ഞങ്ങൾക്ക് ലഭിച്ച വലിയ ഒരു ഔദാര്യമായിരുന്നു അത്. അതേ പ്രകാരം തന്നെ പള്ളിയും, അന്ന് ആ മനോഹരമായ പള്ളിയും ആ യാത്രയിൽ മദനിയും ഞാനും ചേർന്നുകൊണ്ടുള്ള ആ ഒരു മാസക്കാലത്ത് അതിൽ അബ്ദുള്ള ഫാറൂഖിനെ പ്രത്യേകമായി ഓർമ്മിക്കുകയാണ്. അദ്ദേഹമായിരുന്നു ആ കമ്മിറ്റിയുടെ സെക്രട്ടറി, ഇസ്ലാഹി സെൻറ്ററിൻ്റെയും വലിയ പ്രവർത്തകൻ. അവിടെ സ്വാധീനമുള്ള അറിയപ്പെടുന്ന അബ്ദുള്ള ഫാറൂഖിയുടെ സഹകരണമാണ് ഈ രംഗത്ത്, പരിചയപ്പെടുത്തലുകളുമാണ് ഇതിലൊക്കെ നമുക്ക് പ്രചോദനമായി തീർന്നത്. ആരംഭഘട്ടത്തിൽ നിരവധി പ്രതിസന്ധികളെ അതിജീവിച്ച മദീനത്തുൽ ഉലൂം ഇന്ന് വിശാലമായ കെട്ടിട സമുച്ചയങ്ങളും സമ്പന്നമായ ഗ്രന്ഥശാലയും മനോഹരമായ പള്ളിയും ഉൾപ്പെടുന്ന സമ്പൂർണ്ണ വിദ്യാഭ്യാസ കേന്ദ്രമായി വളർന്നിരിക്കുന്നു. 1947 തുടങ്ങിയ മദീനത്തുൽ ഉലൂം 1949 മദ്രാസ് സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്യുകയുണ്ടായി. പിന്നീട് 1956 കേരള സംസ്ഥാനം നിലവിൽ വരികയും 1957 തന്നെ കേരള യൂണിവേഴ്സിറ്റിയുമായി മദീനത്തുൽ ഉലൂം അഫിലിയേറ്റ് ചെയ്തു. 1968 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിലവിൽ വന്നതോടുകൂടി കോളേജിൻ്റെ അഫിലിയേഷൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. MCC അബ്ദുറഹ്മാൻ മൗലവിക്ക് ശേഷം വളരെ പ്രഗത്ഭരായിട്ടുള്ള പണ്ഡിതരും വിദ്യാഭ്യാസ വിചക്ഷണരും ഈ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽമാരായിട്ട് വന്നിട്ടുണ്ട്. മർഹൂം KC അലവി മൗലവി, KN ഇബ്രാഹിം മൗലവി, PP അബ്ദുൽ ഗഫൂർ മൗലവി, M മുഹമ്മദ് മദനി, CP സൈദലവി മൗലവി, K മോയിൻകുട്ടി മദനി, M അബ്ദുള്ള മദനി, ഡോക്ടർ N മുഹമ്മദ് അലി അൻസാരി, ഡോക്ടർ സയ്യിദ് മുഹമ്മദ് ഷാക്കിർ, ഇവരെല്ലാം ഈ സ്ഥാപനത്തിന് നേതൃത്വം കൊടുത്തവരാണ്. അറബി ഭാഷയിലും സാഹിത്യത്തിലും അവഗാഹം നേടാൻ ഉതകുന്ന പാഠ്യപദ്ധതിയാണ് തുടക്കം മുതലേ ഈ സ്ഥാപനത്തിലുണ്ടായിരുന്നത്. അഫ്സലുൽ ഉലമ എന്ന ടൈറ്റിൽ നൽകുന്ന ഓറിയൻ്റൽ ടൈറ്റിൽ ആയിരുന്നു ആദ്യകാലങ്ങളിൽ ഈ സ്ഥാപനത്തിൽ നിന്നും പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സർട്ടിഫിക്കറ്റ്. 1990-കൾക്ക് ശേഷം അഫ്സലുൽ ഉലമ കോഴ്സിന് ഘടനാപരമായിട്ടുള്ള മാറ്റങ്ങളുണ്ടായി. അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA അഫ്സലുൽ ഉലമ എന്ന് പുനർനാമകരണം ചെയ്യുകയും കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് BA സർട്ടിഫിക്കറ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ് നൽകുന്ന സംവിധാനമുണ്ടായി. 2010 UGCയുടെ 2F 12B അംഗീകാരം സ്ഥാപനത്തിൽ ലഭിക്കുകയുണ്ടായി. അതോടുകൂടി എല്ലാ അർത്ഥത്തിലും മുഖ്യധാരാ കോളേജുകളോട് കിടപിടിക്കുന്ന ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായി മദീനത്തുൽ ഉലൂം അറബിക് കോളേജ് മാറുകയാണ് ഉണ്ടായത്. ഇന്ന് ഈ സ്ഥാപനത്തിൽ പ്രധാനമായും 3 ഡിഗ്രി കോഴ്സുകളാണ് ഓഫർ ചെയ്യുന്നത്. BA അഫ്സലുൽ ഉലമ, BA ഫങ്ഷണൽ അറബിക്, BA ഇക്കണോമിക്സ്. ഈ 3 ഡിഗ്രി കോഴ്സുകൾക്ക് പുറമെ പോസ്റ്റ് അഫ്സലുൽ ഉലമ എന്ന പേരിൽ ഒരു PG പ്രോഗ്രാമും ഈ സ്ഥാപനം ഓഫർ ചെയ്യുന്നുണ്ട്.
2010 മദീനത്തുൽ ഉലൂം അറബിക് കോളേജിലെ അറബിക് ഡിപ്പാർട്ട്മെൻറ്റ് റിസർച്ച് സെൻ്ററായി അപ്ഗ്രേഡ് ചെയ്യുകയുണ്ടായി. അതിനുശേഷം ധാരാളം ഗവേഷണ വിദ്യാർത്ഥികൾ അറബി ഭാഷയിലും സാഹിത്യത്തിലും മറ്റു ഇസ്ലാമിക വിജ്ഞാനീയങ്ങളിലും ഈ സ്ഥാപനത്തിൽ നിന്ന് റിസർച്ച് പൂർത്തിയാക്കി PhD ബിരുദം കരസ്ഥമാക്കി പുറത്തിറങ്ങിയിട്ടുണ്ട്. ഡിഗ്രി PG പ്രോഗ്രാമുകൾക്ക് പുറമെ കേരളത്തിലെ ഹയർ സെക്കൻഡറിക്ക് സമാനമായ 2 വർഷത്തെ അഫ്ദലുൽ ഉലമ പ്രിലിമിനറി കോഴ്സും ഈ സ്ഥാപനം ഓഫർ ചെയ്യുന്നുണ്ട്. അറബി ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും അനന്തമായ വിജ്ഞാന ലോകത്തേക്ക് വെളിച്ചം വീശുന്ന അഫ്ദലുൽ ഉലമ പ്രോഗ്രാമാണ് ഈ കലാലയത്തിൻ്റെ മുഖ്യ ആകർഷണം. ഇസ്ലാമിക വിജ്ഞാനീയങ്ങളിൽ ആഴത്തിലുള്ള പാണ്ഡിത്യം സിദ്ധിച്ച പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്നതിൽ ഈ കലാലയം എന്നും മുൻപന്തിയിലാണ്. ഇതിൻ്റെ ആരംഭം മുതൽ തന്നെ പ്രതിഭാധനരായ അധ്യാപകരാൽ സമ്പന്നമാണ് ഇവിടുത്തെ അറബിക് വിഭാഗം. ഈ സ്ഥാപനത്തിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ കേരളത്തിനകത്തും പുറത്തുമായി സ്കൂളുകളിലും കോളേജുകളിലും സർവകലാശാലകളിലും വിവിധ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലുമായി തങ്ങളുടെ സേവനം നൽകുന്നത് അഭിമാനകരമായ വസ്തുതയാണ്. 2010 അറബി ഭാഷയിലും സാഹിത്യത്തിലും ഗവേഷണ സൗകര്യങ്ങളുള്ള ഒരു ഗവേഷണ കേന്ദ്രമായി അറബിക് വിഭാഗം ഉയർത്തപ്പെട്ടു. വിജ്ഞാന ലോകത്തിന് മുതൽക്കൂട്ടാകുന്ന ഒട്ടേറെ ഗവേഷണ പ്രബന്ധങ്ങൾ ഈ ഗവേഷണ കേന്ദ്രത്തിലെ വിദ്യാർത്ഥികളുടേതായി ഇതിനോടകം തന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അറബിക് കോളേജുകളിൽ ആദ്യമായാണ് ഒരു ഗവേഷണ കേന്ദ്രം മദീനത്തുൽ ഉലൂമിൽ 2010 ആരംഭിക്കുന്നത്. 30ഓളം ഗവേഷകർ ഇപ്പോൾ ഇവിടെ റിസർച്ച് നടത്തി വരുന്നുണ്ട്. കേരളത്തിന് പുറത്ത് ബീഹാറിൽ നിന്നുള്ള ഒരു ഗവേഷണ വിദ്യാർത്ഥി ഇവിടെ ഇപ്പോൾ പഠിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. 8 അധ്യാപകർ ഇപ്പോൾ ഗവേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നുണ്ട്. പുതുതായി 5 അധ്യാപകർക്ക് ഗൈഡ്ഷിപ്പ് ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ ഗവേഷകരെ സ്വീകരിക്കാൻ മദീനത്തുൽ ഉലൂം ഗവേഷണ കേന്ദ്രം സന്നദ്ധമാണ്. യൂണിവേഴ്സിറ്റിയുടെ അനുവാദം അതിന് ലഭിച്ചിട്ടുണ്ട്. 2025-26 വിദ്യാഭ്യാസ വർഷത്തിൽ കൂടുതൽ ചെറുപ്പക്കാർ ഗവേഷകരായി ഇവിടെ വരും. പുതിയ തലങ്ങളിലേക്ക് മദീനത്തുൽ ഉലൂം ഗവേഷണ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ വികസിക്കാനിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ ഗവേഷണ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഞാൻ ജുമൈല, മദീനത്തുൽ ഉലൂം അറബിക് കോളേജിലെ ഒരു റിസർച്ച് സ്കോളറാണ്. ഞാൻ ഡോക്ടർ N. മുഹമ്മദ് അലി അൻസാരി സാറിൻ്റെ കീഴിൽ അമാൽ ഈമാൻ അൽ യൂസുഫ് അദ്ദിറാസ തഹ്ലീലിയ ഫി മൽനൂരി ഇൽമുൻ നഫ്സ് എന്ന വിഷയത്തിലാണ് ഞാൻ ഗവേഷണം നടത്തി വരുന്നത്. വളരെ സപ്പോർട്ടീവായിട്ടുള്ള ടീച്ചേഴ്സും ഗൈഡുമാരാണ് ഇവിടെ ഉള്ളത്. വളരെ ബൃഹത്തായൊരു പുസ്തകത്തിൻ്റെ കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. അത് നമ്മുടെ റിസർച്ചിന് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. തികച്ചും നമ്മുടെ ഒരു ഗവേഷണത്തിന് അനുയോജ്യമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. നമുക്ക് വായിക്കാനും നമ്മുടെ ഗവേഷണവുമായിട്ട് മുന്നോട്ട് പോകാനും മദീനത്തുൽ ഉലൂം അറബിക് കോളേജ് വളരെയധികം സഹായിക്കുന്നുണ്ട്. വിജ്ഞാനത്തിൻ്റെ പുതിയ ചക്രവാളങ്ങൾ തേടുന്നവർക്ക് അതുല്യമായ ഒരു പഠനാനുഭവം സമ്മാനിക്കുന്നു മദീനത്തുൽ ഉലൂം അറബിക് കോളേജിലെ എക്കണോമിക്സ് വിത്ത് ഇസ്ലാമിക് ഫിനാൻസ് എന്ന അതിനൂതന UG ഡിഗ്രി പ്രോഗ്രാം. 2015 ആരംഭിച്ച ഈ പ്രോഗ്രാം പരമ്പരാഗത സാമ്പത്തിക ശാസ്ത്ര വിഷയങ്ങളുടെ അടിത്തറയിൽ ആഗോളതലത്തിൽ വേരുറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക് ഫിനാൻസ് ഇൻഡസ്ട്രിയുടെ അനന്ത സാധ്യതകളെ കൂടി ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരത്തോടെ രൂപകൽപ്പന ചെയ്യപ്പെട്ട ഈ പ്രോഗ്രാം കേരളത്തിൽ ഇസ്ലാമിക് ഫിനാൻസ് സ്പെഷ്യലൈസേഷൻ ഉള്ള എയ്ഡഡ് സ്ട്രീമിലെ BA എക്കണോമിക്സ് ഓഫർ ചെയ്യുന്ന പ്രമുഖ സ്ഥാപനമായി കോളേജിനെ മാറ്റിയിരിക്കുന്നു. 7 ബാച്ചുകളിലായി വിജയകരമായി പഠനം പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾ ഇന്ന് വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ട് തിളങ്ങി നിൽക്കുന്നു എന്നത് ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രൗഢി വിളിച്ചോതുന്നു. ഇന്ത്യയിലെ പ്രമുഖ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങളിലും എക്കണോമിക്സിൽ ഉപരിപഠനവും ഗവേഷണവും നടത്തുന്ന ഗ്രാജുവേറ്റുകളുടെ നിര. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BA എക്കണോമിക്സ് വിത്ത് ഇസ്ലാമിക് ഫിനാൻസിൽ റാങ്ക് നേടിയ നിരവധി വിദ്യാർത്ഥികൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അഭിമാനമാണ്. ഇന്ത്യയിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അനുഭവസമ്പന്നരായ അധ്യാപകരാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുതൽക്കൂട്ട്. ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹരിതപഥത്തിൽ പുതിയ ചുവടുവെപ്പായി വരും വർഷത്തിൽ എക്കണോമിക്സിൽ PG പ്രോഗ്രാം കൂടി ആരംഭിക്കാൻ ഡിപ്പാർട്ട്മെൻറ്റ് ഒരുങ്ങുകയാണ്. എക്കണോമിക്സിൻ്റെയും ഇസ്ലാമിക് ഫിനാൻസിൻ്റെയും തൊഴിൽ വിപണിയിലേക്കും ഗവേഷണ മേഖലകളിലേക്കും ചുവടുവെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുപമമായ അവസരങ്ങളുടെ വാതിൽ തുറക്കുന്ന അപൂർവ സ്ഥാപനമാണ് മദീനത്തുൽ ഉലൂം അറബിക് കോളേജ്. ലോകത്ത് ഏറെ പ്രായോഗിക പ്രാധാന്യമുള്ള അക്കാദമിക മേഖലയിൽ ഏറെ പ്രധാനപ്പെട്ട കൺവെൻഷണൽ എക്കണോമിക്സ് കോഴ്സുകളുടെ കൂടെ ഇസ്ലാമിക് ഫൈനാൻസിൻ്റെ അനന്ത സാധ്യതകളെ കൂടി ഉൾപ്പെടുത്തുന്ന രീതിയിലാണ് ഈ ഒരു കോഴ്സ് യൂണിവേഴ്സിറ്റി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എയ്ഡഡ് മേഖലയിൽ
ഇങ്ങനെ ഒരു കോഴ്സ് ഓഫർ ചെയ്യുന്ന ഇന്ത്യയിലെ അപൂർവം ചില യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അതേപോലെ തന്നെ ഇസ്ലാമിക് ഫൈനാൻസിൻ്റെയും എക്കണോമിക്സിൻ്റെയും ഒരു കോമ്പിനേഷൻ എന്ന രീതിയിൽ എയ്ഡഡ് സ്ട്രീമിൽ കോഴ്സ് കൊടുക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ ഒന്നാണ് പുളിക്കൽ മദീനത്തുൽ ഉലൂം അറബിക് കോളേജ്. ഇന്ത്യയിലെ തന്നെ മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും പഠനം പൂർത്തീകരിച്ചിട്ടുള്ള ഏറെ അക്കാഡമിക് ക്വാളിറ്റിയുള്ള ഒരു നിര അധ്യാപകർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ അനേകം വിദ്യാർത്ഥികൾ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ ജോബ് മാർക്കറ്റിലും അതേപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഹയർ സ്റ്റഡീസ് നടത്തുന്നതും ഈ ഒരു കോളേജിൻ്റെ പ്രാധാന്യമാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏതാണ്ട് 100-ലധികം വിദ്യാർത്ഥികൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യയിലെയും ലോകത്തിലെയും എക്കണോമിക്സുമായി ബന്ധപ്പെട്ട എല്ലാ ഇഷ്യൂസിനെയും എല്ലാ വിഷയങ്ങളെയും വളരെ ഗൗരവമായ രീതിയിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ചർച്ചകൾ നടക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ കേരളത്തിലെ അവൈലബിൾ ആയിട്ടുള്ള മികച്ച എക്സ്പേർട്സിനെ കൊണ്ടുവന്നിട്ട് വിദ്യാർത്ഥികൾക്ക് എക്സ്പേർട്ട് ലെക്ചേഴ്സും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓഫർ ചെയ്യാറുണ്ട്. രാജ്യത്ത് നടക്കുന്ന എല്ലാ ഇക്കണോമിക്സ് ഇഷ്യൂസും വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ തന്നെ നമ്മുടെ ക്യാമ്പസിൽ അതുമായി ബന്ധപ്പെട്ട ഗൗരവപരമായ ചർച്ചകൾ നടത്താറുണ്ട്. എല്ലാ വർഷവും ബജറ്റ് പൂർത്തിയാകുമ്പോൾ തൊട്ട് പിറ്റേ ദിവസം തന്നെ വിദ്യാർത്ഥികൾ നേതൃത്വം നൽകുന്ന ബജറ്റ് ചർച്ചയും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. അറിവിൻ്റെയും വിവേകത്തിൻ്റെയും മഹാസാഗരമായ ഷെയ്ഖ് സായിദ് ഗ്രന്ഥാലയം ഈ വിദ്യാലയത്തിൻ്റെ ഹൃദയസ്പന്ദനമായി നിലകൊള്ളുന്നു. കാലത്തിൻ്റെ കയ്യൊപ്പുകളേറ്റ അനശ്വര ഗ്രന്ഥങ്ങളുടെയും പൗരാണിക ജ്ഞാനത്തിൻ്റെയും അപൂർവ ശേഖരമാണിത്. കാലാതിവർത്തിയായ അറിവിൻ്റെയും പൈതൃകത്തിൻ്റെയും സൂക്ഷിപ്പ് കേന്ദ്രമായി ഇവിടെ പുരാതനവും അമൂല്യവുമായ ഗ്രന്ഥങ്ങളുടെ ശേഖരം ഒരുക്കിയിരിക്കുന്നു. പൗരാണിക കയ്യെഴുത്ത് പ്രതികളുടെ അമൂല്യ ശേഖരത്തിനായി പ്രത്യേക വിഭാഗം തന്നെ സജ്ജീകരിച്ചിരിക്കുന്നു. തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെട്ടെത്തിയ അറിവിൻ്റെ ഈ ഭണ്ഡാരങ്ങൾ ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്നു. ഭാഷാ വൈവിധ്യത്തിൻ്റെ കവാടം തുറന്ന് അറബി, ഇംഗ്ലീഷ്, മലയാളം, ഉറുദു തുടങ്ങിയ വിവിധ ഭാഷകളിലുള്ള ഗ്രന്ഥങ്ങൾ ഇവിടെയുണ്ട്. സാഹിത്യം, ശാസ്ത്രം, ചരിത്രം, തത്വചിന്ത തുടങ്ങി വിജ്ഞാനത്തിൻ്റെ വിവിധ മേഖലകളിലേക്കുള്ള വാതായനങ്ങളാണ് ഈ ഗ്രന്ഥങ്ങൾ. ഗ്രന്ഥാലയത്തോട് ചേർന്ന് ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും ദിനപത്രങ്ങളും ഉൾപ്പെടുന്ന വിശാലമായ വായനാമുറിയുമുണ്ട്. സ്വച്ഛന്തമായ അന്തരീക്ഷത്തിൽ ചിന്തകൾക്ക് ചിറകു വിരിച്ച് അറിവിൻ്റെ ആഴങ്ങളിലേക്ക് യാനം ചെയ്യാൻ ഈ സൗകര്യങ്ങൾ ഏറ്റവും പ്രയോജനകരമാണ്. ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും ആവശ്യമായ റഫറൻസ് ഗ്രന്ഥങ്ങളുടെ വിപുലമായ ശേഖരം റഫറൻസ് വിഭാഗത്തിൽ ലഭ്യമാണ്. ഇവിടെ അറിവിൻ്റെ ഓരോ തുള്ളിയും അനന്തമായ ചിന്തകളുടെ മഹാപ്രവാഹമായി മാറുന്നു. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള ലൈബ്രറിയിൽ 100-150 വർഷത്തോളം പഴക്കമുള്ള പൗരാണിക ഗ്രന്ഥങ്ങളും മാഗസിനുകളും ജേണലുകളും കൊണ്ട് സമ്പന്നമാണ്. ധാരാളം വിദ്യാർത്ഥികൾ കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും അവരുടെ റിസർച്ച് റഫറൻസിന് വേണ്ടിയിട്ട് ഈ ലൈബ്രറി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ധാരാളം കയ്യെഴുത്ത് പ്രതികളും അമൂല്യ ഗ്രന്ഥങ്ങളും കൊണ്ട് കോളേജ് ലൈബ്രറി വളരെ പ്രശംസനീയമാണ്. കോഹയുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലൈബ്രറി മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 10,000-കണക്കിന് വിദ്യാർത്ഥികൾ ഈ ലൈബ്രറിയുടെ സേവനങ്ങൾ തങ്ങളുടെ അക്കാദമിക ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ചർച്ചകളും സംവാദങ്ങളും ഉണ്ടായിരുന്ന ക്ലാസ് റൂമുകളേക്കാൾ എനിക്കേറെ പ്രിയപ്പെട്ടത് ലൈബ്രറിയുടെ നിശബ്ദതയും ശാന്തതയുമായിരുന്നു. അവിടെ ലഭിക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന വിഭവ സമൃദ്ധമായ വൈജ്ഞാനിക വിരുന്ന് എന്നെ ഏറെ ജ്വലിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഗുണനിലവാരം വസ്തുനിഷ്ഠമായി വിലയിരുത്തി ഗ്രേഡ് നൽകുന്ന യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ UGCയുടെ കീഴിലുള്ള നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ NAAC വിദഗ്ധ സംഘം 2022 നവംബറിൽ കോളേജ് സന്ദർശിച്ചു. അക്കാദമിക മികവ്, ഗവേഷണ നിലവാരം, അധ്യാപന പരീക്ഷാരീതികളുടെ സുസ്ഥിരത, സാമൂഹിക സേവന പ്രതിബദ്ധത, വിദ്യാർത്ഥി സൗഹൃദപരമായ അടിസ്ഥാന സൗകര്യങ്ങൾ, പൂർവ്വ വിദ്യാർത്ഥികളുടെ സാമൂഹിക പദവി, ഭരണനിർവഹണത്തിലെ സുതാര്യതയും കാര്യക്ഷമതയും, സാങ്കേതികവിദ്യയുടെ ഫലപ്രദമായ ഉപയോഗം, പരിസ്ഥിതി സൗഹൃദപരമായ മാലിന്യമുക്ത ഹരിത ക്യാമ്പസ്, പാരമ്പര്യേതര ഊർജ്ജസ്രോതസ്സുകളുടെ വിനിയോഗം തുടങ്ങിയ വിവിധ മേഖലകളിൽ കോളേജിൻ്റെ പ്രാഗൽഭ്യം വിലയിരുത്തിയ വിദഗ്ധ സംഘം 3.36 എന്ന ഉയർന്ന ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിന്റ് ആവറേജ് CGPA നൽകി കോളേജിൻ്റെ അക്കാദമിക അനക്കാദമിക രംഗത്തെ മികവിന് ആധികാരികമായ സാക്ഷ്യപത്രം നൽകി. അതുപോലെ കേരളത്തിലെ എയ്ഡഡ് അറബിക് കോളേജുകളിൽ A+ ഗ്രേഡോടെ NAAC അക്രഡിറ്റേഷൻ നേടുന്ന ആദ്യത്തെ കോളേജ് എന്ന അതുല്യമായ ബഹുമതിയും മദീനത്തുൽ ഉലൂമിന് സ്വന്തമായി. 3.36 CGPയോടുകൂടി ഉയർന്ന സ്കോറോടുകൂടി A+ ഗ്രേഡോടുകൂടി ഈ സ്ഥാപനം അക്രഡിറ്റ് ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. കേരളത്തിലെ അറബിക് കോളേജുകളിൽ A+ ലഭിച്ച് അക്രഡിറ്റേഷൻ നേടുന്ന
ആദ്യത്തെ അറബി കോളേജായി മദീനത്തുൽ ഉലൂം അറബി കോളേജ് മാറി. ഈ കലാലയത്തിലെ അക്കാദമികവും അനക്കാദമികവുമായ എല്ലാ പ്രവർത്തനങ്ങളും വിദ്യാർത്ഥികളുടെ സമഗ്ര വികാസത്തിനായി ആവിഷ്കരിച്ചതാണ്. വിദ്യാർത്ഥികളുടെ മാനസിക ബൗദ്ധിക ചോദനകളെ ഉണർത്തുന്ന പഠനാന്തരീക്ഷം, വിദഗ്ധരായ അധ്യാപകരുടെ സ്നേഹോജ്വലമായ പിന്തുണ, ആധുനിക സാങ്കേതിക വിദ്യകളോടെ സജ്ജീകരിച്ച വൈവിധ്യമാർന്ന ഗ്രന്ഥശാല സമ്പത്ത്, പ്രായോഗിക പഠനത്തിനും ചർച്ചകൾക്കും അനുയോജ്യമായ സെമിനാർ ഹാൾ, ആശയങ്ങൾ പകർന്നു നൽകാൻ വിശാലമായ സ്മാർട്ട് ക്ലാസ് റൂംസ്, ഇൻഫർമാറ്റിക്സ് സെന്റർ, വിദ്യാർത്ഥികളുടെ സൗകര്യാർത്ഥമൊരുക്കിയ ഹോസ്റ്റൽ, മൾട്ടി സ്പോർട്സ് ഫെസിലിറ്റീസ്, സുസജ്ജമായ ഓഡിറ്റോറിയം, പരിസ്ഥിതി സൗഹൃദ ഗ്രീൻ ക്യാമ്പസ് എന്നീ ഇടങ്ങളിൽ വിദ്യാർത്ഥികൾ ഒരു സമ്പന്നമായ പഠനാനുഭവം സൃഷ്ടിക്കുന്നു. സ്ഥാപനത്തിൻ്റെ അക്കാഡമികവും അനക്കാഡമികവുമായിട്ടുള്ള ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി കോളേജ് IQAC ഇൻറ്റേർണൽ ക്വാളിറ്റി അഷ്യൂറൻസ് സെൽ പ്രവർത്തിക്കുന്നുണ്ട്. പാഠ്യ വിഷയങ്ങൾക്ക് പുറമെ വിദ്യാർത്ഥികളുടെ സ്കിൽ ഡെവലപ്മെൻറ്റ്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ലക്ഷ്യം വെച്ച് വിവിധ പരിപാടികളും പ്രവർത്തനങ്ങളും കോളേജ് വിവിധ ബോഡികൾ, ക്ലബ്ബുകളും സെല്ലുകളുമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നുണ്ട്. കലാകായിക രംഗത്തും മറ്റു സാഹിത്യ രംഗങ്ങളിലുമെല്ലാം വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വലിയ നേട്ടങ്ങൾ കൈവരിക്കാനും ഉള്ള എല്ലാ സഹായങ്ങളും പ്രോത്സാഹനങ്ങളും സ്ഥാപനം നൽകി വരുന്നുണ്ട്. നിർധനരായ വിദ്യാർത്ഥികളെ കണ്ടെത്തി അവർക്ക് സ്റ്റുഡൻറ്റ് സപ്പോർട്ട് നൽകുന്ന പ്രത്യേക സ്റ്റുഡൻറ്റ് സപ്പോർട്ട് വിങ്ങും കോളേജിൽ പ്രവർത്തിക്കുന്നുണ്ട്. പഠന വിഷയങ്ങളിൽ പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനായി റെമീഡിയൽ കോച്ചിങ് ഒരു സ്ഥിര സംവിധാനമായി കോളേജിൽ നടന്നു വരുന്നു. പ്രസംഗ പരിശീലന ക്ലാസ്സുകളും കോളേജിൽ നടന്നു വരുന്നുണ്ട്. മദീനത്തുൽ ഉലൂം ഒരു വിദ്യാർത്ഥിനി എന്നുള്ള നിലക്ക് എനിക്കേറെ അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥിനികൾക്കായി പെൺകുട്ടികളുടേത് മാത്രമായ വിവിധങ്ങളായിട്ടുള്ള ഇടങ്ങൾ, അതുപോലെ തന്നെ അവരുടെ സെൽഫ് എക്സ്പ്രഷനും അവരുടേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിർവഹിക്കാനുള്ള ഇടങ്ങളും മദീനത്തുൽ ഉലൂം എനിക്കായി നൽകിയിട്ടുണ്ട്. ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവാറുള്ള കലാലയ ജീവിതത്തിൽ ഇവിടെ മദീനത്തുൽ ഉലൂമിൽ വളരെ സുന്ദരമായൊരു സേഫ് സോണാണ് മദീനത്തുൽ ഉലൂം എനിക്കായി നൽകിയിട്ടുള്ളത്. അധ്യാപകരുടെ പിന്തുണ, വളരെ മനോഹരമായ ഒരു ക്യാമ്പസ്, ലൈബ്രറിയിലെ സൗകര്യങ്ങൾ, പെൺകുട്ടികളുടേത് മാത്രമായിട്ടുള്ള ഇടങ്ങൾ, ഒരുപാട് അവസരങ്ങൾ തുടങ്ങി അനേകം സവിശേഷതകളാണ് മദീനത്തുൽ ഉലൂം നമുക്കായി ഒരുക്കി വെച്ചിട്ടുള്ളത്. മാനേജ്മെന്റിന്റെ കാര്യക്ഷമവും വിദ്യാർത്ഥി കേന്ദ്രിതവുമായ മുന്നേറ്റങ്ങൾ മൂലം കലാലയത്തിന്റെ ഓരോ ഇടനാഴിയും പഠനമണ്ഡപവുമെല്ലാം നവചിന്തകളുടെയും അറിവിൻ്റെയും ആവാസ വ്യവസ്ഥയാകുന്നു. ഞാൻ മദീനത്തുൽ ഉലൂം റിസർച്ച് സെൻ്ററിലെ ഒരു വിദ്യാർത്ഥിയാണ്. കഴിഞ്ഞ 2 വർഷത്തിലധികമായി ഡോക്ടർ സയ്യിദ് മുഹമ്മദ് ഷാക്കിർ സാറിൻ്റെ കീഴിലാണ് എൻ്റെ ഗവേഷണം മുന്നോട്ട് പോകുന്നത്. മദീനത്തുൽ ഉലൂം റിസർച്ച് സെൻറ്റർ റിച്ചായിട്ടുള്ള ലൈബ്രറി, ഇവിടുത്തെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ റിസർച്ചിന് എന്തുകൊണ്ടും യോജിച്ചതാണ്. അതുകൊണ്ടാണ് ഈ റിസർച്ച് സെൻറ്റർ ഞാൻ തിരഞ്ഞെടുത്തത്. ഈ റിസർച്ച് സെൻറ്ററിൽ ചേർന്ന് ഗവേഷണം നടത്താൻ സാധിച്ചതിൽ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. സർഗാത്മകതയ്ക്കും സംശോധനാത്മകതയ്ക്കും പ്രചോദനം നൽകുന്ന ഈ ആധുനിക കലാലയത്തിൽ ഓരോ വിദ്യാർത്ഥിയും അഭിമാനത്തോടെയും സന്തോഷത്തോടെയും തങ്ങളുടെ വിദ്യാർത്ഥി ജീവിതം സമൃദ്ധിപ്പെടുത്തുന്നു. ഞാൻ ഷെരീഖ് അഹമ്മദ്, മദീനത്തുൽ ഉലൂമിലെ 3ാം വർഷ വിദ്യാർത്ഥിയാണ്. 3 വർഷം ഇവിടെ പഠിക്കുമ്പോൾ ഇവിടുത്തെ അധ്യാപകരാകട്ടെ, സ്മാർട്ട് ക്ലാസ് റൂമുകളാകട്ടെ, അതുപോലെ തന്നെ വിശാലമായ ലൈബ്രറികളാകട്ടെ, എല്ലാം വിദ്യാർത്ഥികൾക്ക് അത്രമേൽ പഠനത്തിനായി പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണ്. കോളേജിലെ അന്തരീക്ഷം വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി വളരെ അനുയോജ്യമാണ്. ശാന്തമായ, വൃത്തിയായ ഒരു ക്യാമ്പസ് തന്നെ മദീനത്തുൽ ഉലൂമിന് സ്വന്തമുണ്ട്. അതുപോലെ തന്നെ ധാർമ്മികമായി വിദ്യാർത്ഥികൾക്ക് കലാലയ ജീവിതം പൂർത്തിയാക്കാൻ വളരെയേറെ അനുയോജ്യമായ ഒരു ക്യാമ്പസാണ് മദീനത്തുൽ ഉലൂം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഫവാസ് ടി. 2024-25 സ്റ്റുഡൻസ് യൂണിയൻ കാലയളവിലെ ചെയർമാനാണ് ഞാൻ. ഈ വർഷത്തെ ആർട്സ്, സ്പോർട്സ്, മറ്റു പ്രവർത്തനങ്ങൾ ഭംഗിയായി അവസാനിച്ചിട്ടുണ്ട്. അതുപോലെ കോളേജിലെടുത്ത് നിന്ന് നല്ല സപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. കോളേജിൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്നുള്ള രീതിയിൽ സ്പൈ മാർഷൽ ആർട്സിൽ നമുക്ക് ഗോൾഡ് മെഡലിൽ നാഷണൽ ലെവലിൽ കിട്ടിയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി തലത്തിൽ സിൽവർ മെഡൽ കിക്ക് ബോക്സിനും നമുക്ക് ഇപ്രാവശ്യത്ത് ലഭിച്ചിട്ടുണ്ട്. ആർട്സ് ഡേക്കും സ്പോർട്സ് ഡേക്കും വളരെ മികച്ച നല്ല സപ്പോർട്ടാണ് മാഷ്മാരുടെ അടുത്തും കോളേജിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ അടുത്തും ലഭിച്ചിട്ടുള്ളത്.
ഓരോ വർഷവും കോളേജിൽ നിന്ന് അക്കാഡമിക രംഗത്ത് ഉന്നത നിലവാരമുള്ള വിദ്യാർത്ഥികൾ പുറത്തിറങ്ങുന്നത് സ്ഥാപനത്തിന്റെ ശ്രദ്ധേയമായ ഒരു സവിശേഷതയാണ്. സ്ഥാപനത്തിന്റെ ആരംഭകാലത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഭൗതിക സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് തടസ്സമായിരുന്നെങ്കിലും അക്കാദമിക നിലവാരത്തിലും ബൗദ്ധിക പ്രവർത്തനങ്ങളിലും എല്ലായ്പ്പോഴും മികവ് പുലർത്തിയിരുന്നു. ഇന്നത്തെ മദീനത്തുൽ ഉലൂം ക്യാമ്പസ് അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ വലിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. MCC കാവൽ കമാനത്തിലൂടെ ക്യാമ്പസിലേക്ക് പ്രവേശിക്കുമ്പോൾ സന്ദർശകർക്ക് ആധുനികവും വിദ്യാർത്ഥി സൗഹൃദപരവുമായ നിരവധി സൗകര്യങ്ങളും സംവിധാനങ്ങളും കാണാൻ സാധിക്കുന്നു. ഇന്ന് കോളേജിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ മെച്ചപ്പെട്ടതാണ്. സ്വന്തമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ലൈബ്രറി, വിദ്യാർത്ഥികളുടെ ശാരീരിക ക്ഷമത മെച്ചപ്പെടുത്തുന്നതിനുള്ള ഫിറ്റ്നസ് സെൻറ്റർ, ഹോസ്റ്റൽ ബിൽഡിംഗ്, ബയോഡൈവേഴ്സിറ്റി പാർക്ക്, സ്ത്രീകൾക്ക് മാത്രമായുള്ള സ്വൽവാൻ പാർക്ക്, കോളേജ് കഫറ്റീരിയ, സ്മാർട്ട് ക്ലാസ് റൂമുകൾ, സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ, മീഡിയ സെൻറ്റർ തുടങ്ങി ആധുനികമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും പരിമിതമായ വിഭവങ്ങൾ വെച്ചുകൊണ്ട് തന്നെ മദീനത്തുൽ ഉലൂം അറബിക് കോളേജിൽ ഒരുക്കിയിട്ടുണ്ട്. എങ്കിലും പുതിയ കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ സ്ഥാപനം ഇനിയും വളരെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. കേരള മുസ്ലിം സമൂഹത്തിന്റെ അറിവിന്റെ ക്ഷീണിച്ച നാളങ്ങളിൽ പ്രകാശകിരണങ്ങൾ വിതറി അന്ധവിശ്വാസങ്ങളുടെ കരിനിഴലുകൾ അകറ്റി സത്യത്തിന്റെ സുവർണ സന്ദേശമെത്തിക്കുന്നതിൽ മദീനത്തുൽ ഉലൂമിന്റെ സന്തതികൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന പങ്ക് അതുല്യമാണ്. കാലത്തിന്റെ കയ്യൊപ്പുകൾ പതിഞ്ഞ ഈ വിദ്യാലയത്തിൽ നിന്നും പുറത്തിറങ്ങിയ വിദ്വജ്ജനങ്ങൾ അജ്ഞതയുടെ അഗാധഗർത്തത്തിൽ നിന്നും സമുദായത്തെ കരകയറ്റുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. വിജ്ഞാനത്തിന്റെ വെളിച്ചം പരത്തി ആധുനിക കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ സമുദായത്തെ വളർത്തിയെടുക്കുന്നതിൽ മദീനത്തുൽ ഉലൂമിന്റെ പടിവാതിൽ കടന്നുപോയ വിദ്യാർത്ഥികൾ കാട്ടിയ സമർപ്പണം അനിതര സാധാരണമാണ്. മതവും ശാസ്ത്രവും സമന്വയിപ്പിച്ച് പുരോഗമനപരമായ ചിന്താഗതികൾ പ്രചരിപ്പിച്ച് സമുദായത്തിന്റെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക് അവർ വിത്തുപാകി. ഇന്നും ആ വിത്തുകൾ മുളപൊട്ടി വൃക്ഷങ്ങളായി വളർന്ന് അറിവിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും തണൽ നൽകിക്കൊണ്ടിരിക്കുന്നു. കണ്ണീരിൻ്റെ കയങ്ങളിലൂടെയും കെട്ടകാലത്തിൻ്റെ ചക്രവാതങ്ങളിലൂടെയും കടന്നുപോയ ഒരു ഭൂതകാല സമുദായത്തിൻ്റെ ജീവിതഗാഥ മദീനത്തുൽ ഉലൂം എന്ന മഹത് സ്ഥാപനത്തിലൂടെ ചരിത്രത്തിൻ്റെ ചെമ്പേടുകളിൽ ചിരസ്ഥായിയായി നിലകൊള്ളുന്നു. വർത്തമാനകാലത്തിന് വഴികാട്ടിയായി, ഭാവി തലമുറയ്ക്ക് വെളിച്ചമായി. അഗണ്യം ഇസ്ലാഹി പൂർവ്വസൂരികളുടെ തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടങ്ങൾ നമുക്ക് മുന്നിൽ സൗവർണ പാഠമുദ്രകളായി ഈ വർത്തമാനകാലത്തും പ്രചോദനമാകുന്നു. മദീനത്തുൽ ഉലൂമിൻ്റെ പിന്മുറക്കാർ ഇന്നും ജനതയെ നന്മയിലേക്ക് വഴി നടത്തുകയും ചെയ്യുന്നു.